ഹലോ അങ്ങനെ ദേ നീണ്ട ഇടവേളകൾക്ക് ശേഷം ഗ്യാങ്ങിലെല്ലാവരും ഒത്തുകൂടി സന്തോഷത്തിൽ ഒന്ന് ആലപ്പുഴയിൽ പോയി ചില്ലൗട്ട് ചെയ്യാന്ന് ഓർത്തിട്ട് നേരെ ഷാപ്പിലേക്ക് വെച്ച് പിടിച്ചതാണ്. അവിടെ എത്താറായപ്പോഴാണ് അറിഞ്ഞത് ഈ കഴിഞ്ഞ ഞായറാഴ്ച ഡ്രൈ ഡേ ആണെന്നുള്ള കാര്യം. എൻ്റെ പൊന്നോ, പിന്നെ ഒന്നും നോക്കിയില്ല. തൊട്ടടുത്ത ദേ ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാനായിട്ട് തുടങ്ങി. ചട്ടിച്ചോറും മീൽസ് കാര്യങ്ങളൊക്കെ കഴിച്ചു. ഉള്ളത് പറയാലോ, കറി ഐറ്റംസിനൊക്കെ മുടിഞ്ഞ് എരിവാർന്നു. ആ ഒരു ടൈമിൽ എല്ലാവരും മനസ്സിൽ ഒരേ ഒരു ചിന്തയുണ്ടായുള്ളൂ, കുറച്ച് മുന്തിരിക്കള്ളും കൂടി കിട്ടിയിരുന്നെങ്കിൽ അടിപൊളിയായേനേന്ന്. പിന്നെ കിട്ടാത്ത മുന്തിരി പുളിക്കുമല്ലോ. ഫുഡ് കഴിച്ചു കഴിഞ്ഞ് കാറിൽ കയറുന്നതിന് മുന്നെയാണ് ദേ ഋതുമോള് ഈ ഒരു ഐറ്റം മേടിക്കുന്നത്. ഇത് ശരിക്കും അവൾക്ക് വേണ്ടി മേടിച്ചതാണെങ്കിലും പിന്നീട് കാറിലുള്ള എല്ലാവരും അത് കൈയിട്ട് വാരി എന്താണ് എങ്ങനെയൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ്, എൻ്റെ ലൈഫിൽ നിന്നല്ല, ആ കാറിൽ ഉണ്ടായിരുന്ന എല്ലാവരുടെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് വീഡിയോസിൽ മാത്രം കണ്ടുകൊണ്ടിരുന്ന ഈ ഒരു സാധനം ഞങ്ങളുടെ കൈകളിലേക്ക് എത്തിയത്. സോ ക്യൂരിയോസിറ്റി ലേശം കൂടുതലായിപ്പോയി. അവസാനം അവൾ തന്നെ ചീത്ത വിളിച്ച് ഞങ്ങളുടെ കയ്യിൽ നിന്ന് അത് തട്ടിപ്പറിച്ച് മേടിച്ചെടുക്കേണ്ട ഒരു ഗതികേട് വരെ ഉണ്ടായി. അങ്ങനെ ദേ എറണാകുളം എത്തിയപ്പോഴേക്കും ഏകദേശം ഈവനിങ് ആയപ്പോഴേക്കും എല്ലാവരും ഒരേ സ്വരത്തിൽ പാടിയത് ചായ 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 എന്ന് തന്നെയാണ്. അവിടെ നിന്ന് കായലിൻ്റെ ഭംഗി ആസ്വദിച്ച് ചായയും കുടിച്ച് ഞങ്ങളെല്ലാവരും നേരെ പോയത് പിന്നീട് അങ്ങോട്ടേക്ക് എറണാകുളം ബ്രോഡ്വേയിലേക്കായിരുന്നു. അല്ലറ ചില്ലറ സാധനങ്ങൾ വാങ്ങിക്കാനും അതുപോലെ തന്നെ വെറുതെ അതികൂടെ തിരിഞ്ഞ് നടക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും അങ്ങോട്ടേക്ക് വെച്ച് പിടിച്ചത്. പക്ഷെ അവിടെ എത്തിയപ്പോഴേക്കും മുടിഞ്ഞ് തിരക്കായിരുന്നു. പോരാത്തതിന് സൺഡേയും കൂടി ആയിരുന്നല്ലോ. ഒന്നും വാങ്ങിയില്ലെങ്കിൽ തന്നെയും ഇതിൻ്റെയൊക്കെ റേറ്റ് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നത് അത് എല്ലാവർക്കും കൗതുകം ഉളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഋതുമോള് അവിടെ നിന്ന് എന്തൊക്കെയോ വലിച്ചു വാരി നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവൾ ആരോട് അനുവാദം ചോദിക്കാണ്ട് എല്ലാം വാങ്ങിച്ച് കൈക്കലാക്കി. അത്രയും നേരം വെയിൽ കൊണ്ട് ക്ഷീണിച്ചതുകൊണ്ട് കുറച്ച് ഇളനീരും കുടിച്ചിട്ടാണ് പിന്നീട് അങ്ങോട്ട് യാത്ര തുടങ്ങിയത്. അവിടുന്ന് നേരെ പോയത് ദേ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിലേക്കായിരുന്നു. എൻ്റെ പൊന്നോ, ഗേൾസിന് ഓൾമോസ്റ്റ് നല്ല രീതിയിൽ തന്നെ ടൈം കാര്യങ്ങളൊക്കെ വേണം പർച്ചേസ് ചെയ്യാനായിട്ട്. എന്നാൽ കൂടെ വന്ന ബോയ്സോ, അവർക്കാണെങ്കിൽ ദേ ഇതുപോലത്തെ വേലത്തരങ്ങളാണ് കയ്യിലുള്ളത്. ആരോട് പറയാൻ, ആര് കേൾക്കാൻ. അത് കഴിഞ്ഞ് വിശപ്പെല്ലാം കയറി കഴിഞ്ഞപ്പോഴേക്കും അതടക്കാൻ വേണ്ടിയിട്ട് നേരെ നമ്മൾ പോയത് തടിയൻ്റെ പലഹാരക്കടയിലേക്കാണ്.